അതെ അതെ, മിക്കവാറും ഇന്ന് പെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? രാത്രിയിലായിരിക്കും പെയ്യത്തുള്ളൂ, മിക്കവാറും രാത്രിയിലായിരിക്കും പെയ്യത്തുള്ളൂ. സീരിയസ് ആയിട്ടും മഴ പെയ്യുന്നോണ്ടാണോ അതോ ആണോ? വേണോ? ഉറപ്പായിട്ടും മഴ പെയ്യോ? പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ വേണോ ഉണ്ണിയപ്പം? രാത്രി വേണം ഉണ്ണിയപ്പം. തിരിഞ്ഞ വായിച്ചിട്ട് മുടി നോക്കട്ടെ, നല്ല രസമുണ്ടോന്ന്. ഹായ് ഗൈസ്, അപ്പോൾ ഇതേ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരാൾക്ക് ഉണ്ണിയപ്പം വേണമെന്നൊക്കെ പറഞ്ഞിവിടെ ഇരിക്കുകയാണ്. ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ വാവച്ചി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കുക. എന്നല്ലേ വാവച്ചി? വാവച്ചിക്ക് 3 ദിവസം ലീവാണ്. ഇന്ന് മുഹറം ആയതുകൊണ്ട് ലീവ്, പിന്നെ നാളെ ശനിയാഴ്ച, പിന്നെ സൺഡേ. അപ്പം 3 ദിവസം ലീവാണ് നിനക്ക്. അതെന്ത് പറ്റി? ടീച്ചർ എക്സാം എഴുതാൻ പോകണോ? പറഞ്ഞോ നിങ്ങളോട്? ആണോ? അപ്പൊ വാവച്ചിക്ക് സന്തോഷമാണോ ടീച്ചർ വരാത്തതിന്, അതോ സങ്കടമാണോ? അയ്യോ, ടീച്ചറിനെ മിസ് ചെയ്യോ? അപ്പോൾ വാവച്ചിക്ക് ഉണ്ണിയപ്പം വേണമെന്നാണ് പറയുന്നത്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വാവച്ചിക്ക് ഉണ്ണിയപ്പം വേണമെന്ന്. അങ്ങനെയൊന്നുമല്ല സംഭവം. വാവച്ചിക്ക് ഉണ്ണിയപ്പം കൊതി ആയതുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. മിക്കവാറും മഴ പെയ്യുന്നത് കൊണ്ട് വാവച്ചിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, അല്ലേ വാവച്ചി? എനിക്കങ്ങനെയാണ്. അപ്പം മഴ പെയ്യാൻ നേരത്ത് മമ്മിക്ക് ഈ ചായയും പഴംപൊരിയും ഇല്ലേ, കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാവച്ചിക്ക് എങ്ങനെയാണോ? പിന്നെ മഴ പെയ്താലും വാവച്ചിക്ക് മഴ പെയ്താലും കുഴപ്പമില്ല, പെയ്താലും കുഴപ്പമില്ല, അങ്ങനെയാണോ? അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മഴ പെയ്യുമ്പോൾ പഴംപൊരി കഴിക്കാൻ തോന്നുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, വാവച്ചിക്ക് അങ്ങനെയൊന്നുമല്ല. അപ്പം നമുക്ക് പഴംപൊരിയല്ല വേണ്ടത്, ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒന്നും നമ്മൾ കാണിക്കുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ? പണ്ട് വാവച്ചിക്ക് പണ്ടെന്ന് വെച്ചാൽ ഒരു 2 വർഷം മുന്നേ, 2 വർഷമല്ല 1 വർഷം മുന്നേ വാവച്ചിക്ക് ഏതായിരുന്നു ഇഷ്ടം? ഉണ്ണിയപ്പത്തിനേക്കാളും ഇഷ്ടമായിരുന്നു വാവച്ചിക്ക് ഇഷ്ടം പഴംപൊരി ആയിരുന്നില്ല ഇഷ്ടം. പഴംപൊരി മാറി ഇപ്പോൾ വാവച്ചിക്ക് ഉണ്ണിയപ്പമായ പഴംപൊരിയേ ഇഷ്ടമല്ല. എന്തുകൊണ്ടാ പഴംപൊരി ഇഷ്ടമല്ലാത്ത? എണ്ണ ആയതുകൊണ്ടാ, എണ്ണ ഉണ്ടാക്കുന്നോണ്ടാ. അപ്പൊ ഉണ്ണിയപ്പം ഏതിലാ ഉണ്ടാക്കുന്നേ? എണ്ണയോ? ആണോ? അതുകൊണ്ടാണോ വാവച്ചി അങ്ങനെ കഴിക്കുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കാണിക്കണോ? നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പച്ചരി, പിന്നെ ശർക്കര, ബനാന, ഏലക്ക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം വേഗം ഉണ്ടാക്കാം. നമുക്ക് നല്ല പോലെ ഇങ്ങനെ ആകണേ, നല്ല സെറ്റായി വരത്തുള്ളൂ. ഇത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായി വരുന്നുണ്ട്. അങ്ങനെ അതേ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് എണ്ണയൊക്കെ എല്ലാത്തിലും ഒഴിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ എടുത്ത് ഇനി ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായിട്ടോ, അപ്പോൾ നമ്മളിത് ബാറ്റർ അതിലോട്ട് ഒഴിച്ചു. അപ്പോൾ വാവച്ചിയുടെ ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി ഏകദേശം. ഇനി നമുക്ക് വാവച്ചിനെ പതുക്കെ വിളിക്കാം. റെഡിയായി. ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുമായിരുന്നു. ഓടിക്കഴിഞ്ഞാ? എത്ര റൗണ്ട് ഓടി? 10 പ്രാവശ്യം ഓടിയോ? വീടിന് ചുറ്റുമാണ് വാവച്ചി ഇപ്പോൾ ഓടുന്നത്. വാവച്ചിയുടെ എക്സസൈസ് ആണല്ലേ? ആര് എക്സസൈസ് ചെയ്തിട്ട് കിടന്നോ? ശരി, ഓക്കെ. ഇപ്പം ഉണ്ണിയപ്പം എടുക്കാം.
കഴിക്കാനായിട്ട്. നീ എത്ര റൗണ്ട് ഓടാനുണ്ട്? 2 റൗണ്ട് ഓടിയിട്ട് വന്നിട്ട് ഉണ്ണിയപ്പം കഴിക്കാം. ഓക്കെ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കണം, എന്നാലേ വാവച്ചിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പാലും കൂടെ ഉണ്ടാക്കി സെറ്റായിട്ട് വിളിക്കാം. അപ്പോൾ ഇത് അങ്ങനെ പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാല് ഉണ്ണിയപ്പോൾ റെഡി. ഇനി വാവച്ചിനെ വിളിച്ചാൽ മതി. പക്ഷേ പാല് കുടിക്കണമെങ്കിൽ ഒരു 1 മണിക്കൂറില്ല, 2 മണിക്കൂറില്ല, അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ ചിലപ്പോൾ എടുക്കും. എന്നെ ഇത്തിരി പേടിയുള്ളതുകൊണ്ട് പാല് കുടിക്കും, പക്ഷെ അല്ലെങ്കിൽ പാല് കുടിക്കില്ല. സോ വാവച്ചി, പാല് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? മധുരം കൂടുതലാണോ കുറവാണോ? ഓക്കെ. എണ്ണ? ഓക്കെ. ഫൈനലി എല്ലാം കൂടെ ചേർത്തിട്ട് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഒരഭിപ്രായം ഇല്ലേ? നല്ലതാണെന്ന് മൊത്തം പറഞ്ഞാൽ മതി. നല്ലതാ. അപ്പോൾ കഴിച്ചോ. ഓക്കെ. പാലും കുടിക്കണേ. ഓക്കെ. അപ്പം എന്തേ ഞാൻ ഇനി ഉണ്ണിയപ്പം ഒന്ന് കഴിക്കട്ടെ. മധുരം കുറവാ. മധുരം കുറയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആണോ? ആണേ കഴിച്ചോ. സൂപ്പർ. അപ്പം നമുക്കിനി ഉണ്ണിയപ്പം ചായയും കുടിക്കാം. വാവച്ചി ഉണ്ണിയപ്പം പാലും കുടിക്കാം അല്ലേ? ഉണ്ണിയപ്പവും ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഉണ്ണിയപ്പത്തിന് കുറച്ച് എണ്ണ കൂടുതലായതുകൊണ്ട് നമ്മുടെ ശരീരം കുറച്ച് അനക്കാൻ പോവാണ്. അപ്പോൾ ഈ നമ്മുടെ ചെറിയ ഗാർഡൻ, വലിയ ഗാർഡൻ അല്ല, ഗാർഡൻ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ആ പണിയിലോട്ട് പോവാം. വാവച്ചി, നിനക്ക് ഗാർഡൻ ക്ലീൻ ആക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ചെയ്യാൻ വരത്തില്ല എന്നാണ് അർത്ഥം. അപ്പം ഞാൻ പോയി കുറച്ച് ഗാർഡനൊക്കെ ശരിയാക്കട്ടെ. ഓക്കെ, ചെയ്യാം. ഞാൻ ചെയ്യട്ടെ കേട്ടോ. വാവച്ചി ചെയ്യത്തില്ല, വാവച്ചി ഭയങ്കര മടിച്ചിക്കൊതിയാ. ശരി, ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ പുറത്ത് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം നമുക്കൊന്ന് മാറ്റണം. ആദ്യം ആ പരിപാടി ചെയ്യാം. നമ്മുടെ ഗാർഡൻ കുറച്ച് ചെറുതായിട്ട് കാട് പിടിച്ചു. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ആക്കാം കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഉണ്ടായ റോസാണ് കേട്ടോ. പക്ഷേ ഇത് പോയി, മീൻസ് താഴെ വീണ് പോയത് കൊണ്ട് വളരെ സങ്കടമുണ്ട്. ആച്ചി, ഇത് നമ്മുടെ റോസാണ് കേട്ടോ, നമ്മുടെ ഗാർഡനിലെ. ഐ ലവ് യു. റോസ് എങ്ങനെയുണ്ട്? താഴെ പോയി. പക്ഷെ അവിടെ കിടപ്പുണ്ടായിരുന്നു, ഇവിടെയല്ല. വച്ചോ, സൂക്ഷിച്ചോ. വാടിപ്പോകുമ്പോൾ കളയാം, അല്ലെങ്കിൽ വാടിപ്പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ സൂക്ഷിച്ച് വെച്ചോ. അത് കൊള്ളാം. എവിടുന്ന്? ഗാർഡനിൽ നിന്ന് വാങ്ങുമോ? നല്ല കമ്പാണോ ഇതൊക്കെ? നമുക്ക് നമ്മൾ ചെടികളൊക്കെ കുറച്ച് വെട്ടി ഒതുക്കാൻ പോവാണ്. ഒതുക്കാൻ മുസാന്റെ ചെടി കണ്ടോ? ഇഷ്ടംപോലെ പൂവുണ്ട്. കണ്ടോ? കണ്ടു. ഇവിടെ കുറച്ച് വാടിപ്പോയിട്ടുണ്ട്. നമുക്ക് ഇത് നേരെ നിൽക്കണം. പക്ഷേ ഇത് ചെടിന് പോവാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് മാത്രം കൊണ്ട് വെട്ടിക്കളയിപ്പിക്കാതെ ഈ സൈഡ് വെട്ടിയിട്ട് നേരെ ആക്കാം. അതായിരിക്കും നല്ലത്. വാവച്ചിക്ക് പണി വേണമെന്നോ? ഈ മുറ്റൊന്ന് അടിച്ചുമായിരിക്കും ചൂട്. അപ്പോൾ അതേ കുറച്ചും കൂടെ പണി ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ വൃത്തിയാക്കാനുണ്ട് ഇനി. അപ്പം നമുക്ക് ഇവിടെ വെച്ച് ബ്ലോഗ് എൻഡ് ചെയ്യാൻ പോകാൻ. അന്നേരം എനിക്ക് കൂടുതൽ പണിയിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പം അതെ,
യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും